കളമശ്ശേരി നഗരസഭയിൽ ഉറവിട മാലിന്യ സംസ്കരണത്തിനായി ചെലവഴിച്ച കോടികൾ പാഴാവുന്നു. വീടുകളിലേക്ക് വാങ്ങിയ ബയോ ബിന്നുകൾ പലതും ഇപ്പോഴും വിതരണം ചെയ്യാതെ കെട്ടിക്കിടക്കുകയാണ്. ശേഖരിച്ച് സംസ്കരിക്കുന്ന പഴയ രീതിക്കെതിരെ ഗുരുതരമായ അഴിമതി ആരോപണവും ഉയരുന്നുണ്ട്. 2023 ഓഗസ്റ്റിലാണ് ഉറവിട മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പദ്ധതി കളമശ്ശേരിയിൽ നടപ്പാക്കുന്നത്. എറോബിക് ബിന്നുകൾ വാങ്ങാൻ 3 കോടി രൂപയാണ് ചെലവഴിച്ചത്. എന്നാൽ നഗരസഭാ കൗൺസിലെടുത്ത തീരുമാനങ്ങളൊന്നും നടപ്പായില്ല. 10% സബ്സിഡിയോടെ എല്ലാ താമസക്കാർക്കും ബയോബിൻ വിതരണം ചെയ്യുമെന്നായിരുന്നു തീരുമാനം. 4/1 താമസക്കാർക്ക് പോലും ബിന്നുകൾ വിതരണം ചെയ്യാനായില്ല. വാങ്ങിയ എറോബിക് ബിന്നുകൾ പോലും പലയിടത്തായി കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് ഒരു നഗരം കൈകാര്യം ചെയ്യുന്നതിനകത്ത്, ഭരണം കൈകാര്യം ചെയ്യുന്നതിനകത്ത് ഉത്തരവാദിത്തമില്ലായ്മയും അതുപോലെ തന്നെ ദീർഘവീക്ഷണമില്ലാതെ പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കളമശ്ശേരിയിലെ മാലിന്യ നീക്കത്തിനകത്ത് എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഇവിടെ ഞങ്ങൾക്ക് ചില താല്പര്യങ്ങളുണ്ട്, അതേപോലെ പോകുള്ളൂ എന്ന നിലയിലേക്ക് പോകുന്നു. ഉദ്യോഗസ്ഥരെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ് വീഴ്ച. മാലിന്യ സംസ്കരണം മൊത്തത്തിൽ നഗരസഭയ്ക്ക് നഷ്ടക്കച്ചവടമായി. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക കണ്ടെത്താൻ കഴിയാത്തതിനാൽ നഗരസഭാ ഫണ്ടിൽ നിന്ന് നൽകേണ്ട അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. തൂക്കത്തിൽ കൂടുതൽ മാലിന്യം ഇവിടെ പോകുന്നുണ്ട് എന്നൊരു ആക്ഷേപം വരികയും അയാളുടെ വാഹനങ്ങൾ GPS ഇല്ല എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടാകുകയും നഗരസഭയുമായി വെച്ച കരാറെന്നാണ് പറയുന്നത്. പക്ഷേ നഗരസഭയുമായി ഒരു കരാർ വെച്ചിട്ടില്ല. അതിനെ പരിശോധിച്ചപ്പോൾ ഹരിതകർമ്മസേന കൺസോർഷ്യമായിട്ടാണ് കരാർ വെച്ചിട്ടുള്ളത്. ആ കൺസോർഷ്യത്തിൻ്റെ കരാറിനെ സംബന്ധിച്ച് ഒന്നും നഗരസഭാ കൗൺസിലോ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോ അറിയോ ചർച്ചയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മാലിന്യം വിൽക്കാനുള്ള പദ്ധതിയിൽ യൂസർ ഫീ ഇനത്തിൽ വരുമാനത്തെക്കാൾ ഏറെ നഗരസഭയ്ക്ക് ചെലവാണുള്ളത്. ബ്രഹ്മപുരത്തെ പ്ലാന്റ് പൂർത്തിയാക്കുമ്പോൾ സമീപ നഗരസഭകളിൽ നിന്നുള്ള മാലിന്യ സംസ്കരണം അവിടേക്ക് മാറുമെന്നതിനാൽ മൊത്തത്തിൽ പദ്ധതി നഗരസഭയ്ക്ക് ബാധ്യതയാകുകയാണ്. ന്യൂസ് 18 കൊച്ചി.